ബ്ലാങ്കറ്റുകൾ ആളുകൾക്ക് വിതരണം ചെയ്യുമ്പോൾ മരുഭൂമിക്കുള്ളിൽ വെച്ച് ഒരു സുഡാനിയായ സുഡാൻ സ്വദേശിയെ കാണുകയും അദ്ദേഹത്തിന് ബ്ലാങ്കറ്റ് കൊടുത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു വേറെ ആരെങ്കിലും ഈ പരിസരത്തുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല, അപ്പോൾ വിശാലമായ മരുഭൂമിയാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ അടുത്തായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോടൊപ്പം ഞാൻ കയ്യിലൊരു ബ്ലാങ്കറ്റും എടുത്ത് അദ്ദേഹത്തിനുള്ള കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഈ ബ്ലാങ്കറ്റിനോടൊപ്പം കുറച്ച് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാറുണ്ട്. അതൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാളിങ്ങനെ ഒരു കാലില്ലാത്ത കട്ടിൽ മീൻസ് കാലൊടിഞ്ഞു പോയ ഒരു കട്ടിൽ ഒരാളിങ്ങനെ കിടക്കുന്നത് കണ്ടു. അദ്ദേഹം നല്ല ഉറക്കമാണ്, ശക്തമായ കാറ്റുള്ള സമയമാണ്, നല്ല തണുപ്പുണ്ട്. ഞങ്ങളൊക്കെ ബ്ലാങ്കറ്റ് മീൻസ് ജാക്കറ്റൊക്കെ ഇട്ട് തൊപ്പിയും കൈ ഗ്ലൗസും ഒക്കെ ഇട്ടാണ് നല്ല കട്ടിയുള്ള വസ്ത്രം ഇട്ട് പോകുമ്പോൾ ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കിടപ്പ് വല്ലാതെ വേദനിപ്പിച്ചു. കാരണം കുറേ ചാക്കുകൾ നമ്മൾ ഈ പിന്നെ മൃഗങ്ങൾക്ക് കൊണ്ടുവന്ന ഭക്ഷണം കൊണ്ടുവന്ന ചാക്ക് പുതച്ച് അദ്ദേഹം ഉറങ്ങാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ തട്ടി വിളിച്ചു, കാലിങ്ങനെ തട്ടിയിട്ട് വിളിച്ചു. അദ്ദേഹം എണീറ്റ് ഞാനിങ്ങനെ ബ്ലാങ്കറ്റ് കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ബ്ലാങ്കറ്റ് അദ്ദേഹത്തിന് കൈ കൊടുക്കുമ്പോൾ അദ്ദേഹം ബ്ലാങ്കറ്റ് വാങ്ങി നിലത്ത് വെച്ചിട്ട് എന്നെ മെയിൻ ചെയ്യാതെ അല്ലെങ്കിൽ ഞങ്ങളെ മെയിൻ ചെയ്യാതെ അദ്ദേഹം ഓടി പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി അദ്ദേഹം കരയുന്നത് കണ്ടു. സത്യത്തിൽ അത് എന്തിനാണ് കരയുന്നത് പിന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ തലേ ദിവസം രാത്രി ശക്തമായ തണുപ്പ് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അദ്ദേഹം ഇതുപോലെ ഈ പുറത്ത് വന്ന് കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് എന്തെങ്കിലും ഒരു വഴി തുറന്നിറങ്ങിയെന്ന് പറഞ്ഞു. ആ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടില്ല ഇത്രയും കിലോമീറ്റർ താണ്ടി കാണാമെന്ന് എന്ന് പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഈ ബ്ലാങ്കറ്റ് വിതരണം നിലച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നത് അത്തരക്കാരെ കണ്ടപ്പോഴാണ്.